രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫാക്ട്സ് എടുക്കാം. അതായത് ശ്രീ വത്സൻ തില്ലങ്കേരി വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി അന്ന് വളരെ വോളറ്റൈലായ സ്ഫോടനാത്മകരമായ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുകയും അതിന് പോലീസുകാർ തന്നെ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം 18-ാം പടിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, സംശയമില്ല. കാര്യം അതിന്റെ ചിത്രങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ ചിത്രങ്ങൾ കാണിച്ചിരുന്നു. 18-ാം പടി നിന്നില്ല. 18-ാം പടി മോളിൽ തിരുമുറ്റത്ത് 18-ാം പടിയുടെ മോളിലാണ്. ഇല്ല ആദ്യ പടിയിലല്ല, പടിക്ക് മോളിലാണ്. പടി നിൽക്കുന്ന പടം കാണിച്ചു തരൂ. അനാവശ്യമായ കാര്യങ്ങൾ പറയരുത്. അല്ല, ഞാൻ അദ്ദേഹത്തോട് നമുക്കിപ്പോ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്, നമ്മൾ മറക്കരുത്. അദ്ദേഹം അതായത് ആ വിഷയത്തിലൊക്കെ നമുക്ക് ഞാനവിടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ആ സ്ഥലത്തിന്റെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ആ സ്ഥലത്തോട് നമുക്ക് അത്രമേൽ അടുപ്പം തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഓർക്കണമെന്നും കാണണമെന്നും ആഗ്രഹിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒന്ന് ലഹള ഉണ്ടാക്കി കളയാം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പേര് മോശമാക്കി കളയാം, ഇവിടെ അല്പം സംഘർഷം ഉണ്ടാക്കി കളയാം, ശബരിമലയെ ഒരു പ്രക്ഷോഭ ഭൂമിയാക്കി മാറ്റി കളയാം എന്ന് കരുതിയായിരിക്കും പോലീസുകാർ? പെട്ടെന്ന് രണ്ട് കാര്യങ്ങളല്ല, 2-3 കാര്യങ്ങൾ. ഇത്തരം വിഷയങ്ങളിലെ നമുക്കൊരു സമവായവും സമന്വയം നേടാൻ കഴിയണം. ഇത്രയും വിഷയങ്ങളിൽ മാളവിക ബിന്നി മാഡം കാണിക്കുന്നത് പോലെ അന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ 18-ാം പടിയിൽ നിന്നിരുന്നു. നമുക്കിനി തർക്കിക്കേണ്ട കാര്യം ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉള്ള കാര്യമാണ്. മാളവിക ബിന്നി മാഡം കാണിക്കുന്നത് പോലെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഉള്ളതാണ്. പക്ഷേ ശ്രീ വത്സൻ തില്ലങ്കേരി സതുദ്ദേശപരമായി ആൾക്കാരെ കൺട്രോൾ അവിടെയാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഫാക്ടുകളെ ഇപ്പൊ മാളവിക ബിന്നി മാഡം എടുത്ത് കാണിച്ചതുപോലെ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പൊ ഞാൻ അല്ലെന്ന് പറഞ്ഞാലും എല്ലാം ആവില്ലല്ലോ. അതിന്റെ ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ മാഡം കാണിക്കുന്ന പോലത്തെ കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഇത്തരം കാര്യങ്ങളിലെ ഭക്തിയുടെ കാര്യത്തിൽ ഒരു സമവായം നല്ലതാണ്. ഇപ്പൊ മാഡം ഒരു ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ആണ്. പക്ഷെ മാഡം പോലും ഇത് ആചാരലംഘനവും ആയിട്ട് വിശ്വാസിയായതുകൊണ്ടല്ല, പക്ഷെ വിശ്വാസികൾക്ക് അത് ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ച് പറയുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സമവായങ്ങൾ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് പിന്നെ മാളവിക മാഡത്തോട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ എല്ലാ ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ബ്രാഹ്മണ്യാർജിത ശാന്തിയോ എല്ലാ സമുദായങ്ങളിൽ നിന്ന് ശാന്തിയോ യോജിപ്പാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിപ്പാണ്. അങ്ങനെ കൺസെൻസസ് കണ്ടെത്താൻ കഴിയും. ഒരു വരി കൂടി അവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. വിജി തമ്പി സാർ ആണെങ്കിലും അദ്ദേഹം നമുക്കറിയാം BJP അല്ലെങ്കിൽ സംഘപ്രസ്ഥാനത്തിന്റെ വളരെ പ്രമുഖനാണ്. രാജഗോപാലൻ നായർ സാർ ഏറ്റവും പ്രൊഫൈലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവും CPM-ന്റെ ആളുമാണ്. അവരടക്കം അതിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിനൊരു ബഹുമാനം നമുക്ക് കൊടുത്തൂടെ? ആ വിഷയത്തിനൊരു സീരിയസ്നെസ് കൊടുത്തൂടെ? എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാനും വിജി തമ്പി സാറും കൂടെ വാവർ സ്വാമിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്, അല്ലെങ്കിൽ ഞാനും സുഭാഷ് സാറും വേറൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്, രാജഗോപാലൻ നായർ സാറും വിജി തമ്പി സാറും മറ്റൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരായിരിക്കും. പക്ഷേ എല്ലാവരും യോജിക്കുമ്പോൾ, അല്ലെങ്കിൽ മാളവിക മാഡം പോലും യോജിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വേണമല്ലോ. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, പ്രശാന്ത് സാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിയാക്ഷൻ വേണം. അത് മൃദുവായ റിയാക്ഷൻ ആയാലും മതി. നാളെ ഹൈക്കോടതി എന്തെങ്കിലും ഒരു നിലപാട് പറയുമായിരിക്കും. അപ്പൊ ആ റിയാക്ഷൻ വേണ്ട എന്ന് പറയരുത്. ഒരു സമീപനവും എന്തെങ്കിലും ഒരു നിലപാടും അതിനൊരു ഖേദമോ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാണ്. ഇതിനെ നിസ്സാരവൽക്കരിക്കുകയല്ലേ ശ്രീ രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ പറയുന്നത് എന്താ, അവർക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അയ്യപ്പന്റെ സംഭവമല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ആ കാര്യം ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ശ്രീകോവിലിനകത്ത് അയ്യപ്പന്റെ സന്നിധിയാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ ആൾക്കാരെയാണ് ശബരിമലയിൽ. അയ്യപ്പന്മാരോട് വിശ്വാസമില്ല, ഭക്തരോട് സ്നേഹമില്ല, ഭഗവാനോട് ഭക്തിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് അയക്കുന്നത്. അതാണ് പിണറായി വിജയനെതിരെ വിശ്വ പരിഷത്ത് പ്രതികരിച്ചത്. പണ്ടൊക്കെ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഭക്തിയുള്ളവരെ അന്ന് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരുന്നവർ മൃഗമെടുത്ത് ചോദ്യം ചെയ്യാതെ ആ ഡ്യൂട്ടിക്ക് നിന്ന് അവിടെ നിൽക്കുന്ന ആ 18-ാം പടി നിൽക്കുന്ന ഒരാളെങ്കിലും ഒരു നെറ്റിയിൽ ചന്ദന പൊടിയെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഒരാൾ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു മറ്റ് പാർട്ടിയുടെ മീറ്റിംഗിലല്ല നിൽക്കുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ തിരുനടയിൽ, ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 18-ാം പടി നിൽക്കുന്ന ഒരു പോലീസുകാരനെ കൂറിയിട്ട് ഒരു പോലീസുകാരനെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് ശബരിമലയെ കൊണ്ടുവന്ന് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാനും ഭക്തരെ ബുദ്ധിമുട്ടിയുണ്ടിക്കാനും ശ്രമിക്കുന്നു. അതിനെതിരെയാണ് വിശ്വ പരിഷത്ത് പിണറായി വിജയനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്.